സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സ് സമരവേദിയിൽ ഇന്ന് വിഷു ആഘോഷം നടക്കും. വിഷുദിനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശമാർ സമരവേദിയിലേക്ക് എത്തും. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഈ ആശാ വർക്കേഴ്സിനൊപ്പം CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരവും നടക്കുകയാണ്. അപ്പോൾ ജോലിയുമില്ല, കൂലിയുമില്ല എന്നൊരവസ്ഥ ഉള്ളവർ സമരം ആണ് വിഷു ദിനത്തിലും. അവർക്ക് അതിന്റെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ. അതെ ക്രിസ്റ്റീന, ഉന്മേഷ്, സമരമുഖത്താണ് ആശമാർ ഉള്ളതെങ്കിലും വിഷു അവർ ആഘോഷിക്കുകയാണ്. അവരാൽ കഴിയുന്ന രീതിയിൽ മനോഹരമായൊരു കണി വെച്ച് ആശമാർ അവരുടെ കേരളീയ വേഷമൊക്കെ ധരിച്ച് അവർ ഈ വിഷു ആഘോഷിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ സന്തോഷം. എന്തായാലും ആദ്യമായി തന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ. വിഷു ആശംസ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷത്തെ നല്ല ഇത് വരട്ടെ. ഞങ്ങളുടെയും വിഷു ആശംസകൾ. നമുക്ക് നമുക്ക് കൈനീട്ടം, ആദ്യത്തെ കൈനീട്ടം നേരിട്ട് കിട്ടുവാണ്. എന്തായാലും ഇവിടുത്തെ ആശമാർ ചേച്ചി വിഷു ആശംസകൾ. വിഷു ആശംസകൾ. എന്തായാലും നിങ്ങളുടെ സമരം 64-ാം ദിവസം ഇന്ന് പിന്നിടുകയാണ്. അപ്പോൾ ഈ സമരം അതും ഒരു വിജയം കാണട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഞങ്ങൾ പ്രതീക്ഷ. ഞങ്ങളുടെ മനസ്സിലെ സന്തോഷവും പ്രതീക്ഷയും അതാണ്. പൂർണ്ണമായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. ഞങ്ങളുടെ ഈ സമരം വിജയം കാണണം. എത്രയും പെട്ടെന്ന് അത് കണ്ടാൽ വലിയ ഭഗവാനോട് നന്ദി പറയുന്നു ഞങ്ങൾ. അപ്പം ചേച്ചി എവിടുന്ന? തിരുവനന്തപുരത്തിലല്ലേ? ഞങ്ങൾ പാറശാല. അതെ. വീട്ടില് വിഷുക്കണി വെച്ചായിരുന്നു? വീട്ടിൽ വെച്ചില്ല, എല്ലാ പ്രാവശ്യം വീട്ടിൽ വെച്ചാണ്. പിന്നെ അമ്മയ്ക്കും മക്കൾക്കും എല്ലാം വിഷു കൈനീട്ടം കൊടുത്താണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യം വിഷു ആഘോഷിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം സെക്രട്ടേറിയറ്റ് നടയിലാണ്. വിഷമമുണ്ട് എങ്കിലും അതിൽ കൂടുതൽ സന്തോഷമുണ്ട്. നമ്മുടെ സഹോദരങ്ങളെല്ലാം ചേർന്ന് ഇവിടെ വെച്ച് വിഷു ആഘോഷിച്ചപ്പോഴത്തേക്ക്. പക്ഷേ ഞങ്ങളുടെ ഈ 64 ദിവസമായിട്ട് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാത്തതുകൊണ്ട് അതീവ ദുഃഖമുണ്ട്. ഇനിയും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കൂടെ ചേർന്ന് ഞങ്ങളുടെ ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട്. പ്രാർത്ഥനയോടെയാണ് ഈ കണി കാണുന്നത്. അതെ, ആ പ്രാർത്ഥനയോടെയാണ് ഞങ്ങളിപ്പോഴും ആറ്റുകാൽ പൊങ്കാലയിട്ടതുപോലെ തന്നെയാണ് ഇപ്പം വിഷു ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പം അതാണ് ആശമാർ പറയുന്നത്. അതായത് വിഷു കണി വെച്ചതുപോലും അവരുടെ ആവശ്യങ്ങൾ അത് സാധിക്കുക, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുക, അതിന് സർക്കാരിനെ പ്രേരിപ്പിക്കുക, ഇതായിരുന്നു അവരുടെ വിഷുക്കണി പ്രാർത്ഥന. ആ പ്രാർത്ഥനയോടെയാണ് ആശമാർ ഈ സമരപ്പന്തലിന് മുന്നിൽ മനോഹരമായ ഒരു വിഷുക്കണി ഒരുക്കി ഇന്ന് ആഘോഷിക്കുന്നതും. തൊട്ടപ്പുറത്ത് CPO ഉദ്യോഗാർത്ഥികളുടെ സമരവും നടക്കുകയാണ്. ഈ ഒരാഴ്ച കൂടി മാത്രമാണ് അവരുടെ സമരത്തിന് ഇനി, അതായത് അവരുടെ റാങ്ക് ലിസ്റ്റിന് ഇനി കാലാവധിയുള്ളത്. അതിനുള്ളിൽ അതിലെന്തെങ്കിലും തീരുമാനമുണ്ടാകുമെന്നോ നമുക്കറിയില്ല. എന്തായാലും അതും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരും സമരരീതികൾ മാറ്റി ഓരോ ദിവസം മാറ്റി സമരരീതികൾ പരീക്ഷിക്കുന്നുണ്ട്. സർക്കാരിന് ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് CPO റാങ്ക് ഹോൾഡേഴ്സ് ഉദ്യോഗാർത്ഥികളും മുന്നോട്ട് പോകുന്നത്. ക്രിസ്റ്റീന, ഉമേഷ്. അജീഷ് ജയകുമാറാണ് സെക്രട്ടേറിയറ്റ് മുൻപിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.